ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണേ. ഞാനും എൻ്റെ കുഞ്ഞിനും കൂടെ ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അവനൊന്ന് വൈറ്റമിൻ കൊടുക്കണം, ഹെൽത്ത് സെൻറ്റർ വരെ പോവുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ ലൈക്കും ആ ബെൽ ബട്ടൺ ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡെയിലി വ്ലോഗിലേക്ക് പോയാലോ? ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ കുഞ്ഞിന് ഇതുവരെ എണീച്ചിട്ടില്ല. മോള് രാവിലെ എക്സാം ആയിട്ട് സ്കൂളിൽ പോയി. അപ്പോൾ നമുക്ക് മേളിലേക്ക് പോയി കുഞ്ഞിനെ ഒന്ന് പയ്യെ തട്ടി ഉണർത്താം. കണ്ടോ, അവൻ ഇതുവരെ എണീറ്റിട്ടില്ല. കാശി, നമുക്ക് ടാറ്റ പോവാമോ? പോവാമോ? അപ്പൊ പെട്ടെന്ന് എണീറ്റോ. ഗുഡ് മോർണിംഗ്. അയ്യോ, സങ്കടം വന്ന. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. നേരെ പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. അയ്യോ, ഒരു ഹായ് പറഞ്ഞേ. ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചെറിയൊരു ജലദോഷവും കിതർപ്പൊക്കെ കൊണ്ടേ. അപ്പോൾ കാശിക്ക് ചെറിയൊരു ആവി പിടിച്ചാലോ എന്ന് കരുതി. ആവി പിടിച്ചിട്ട് ഞങ്ങൾ എവിടെ പോവും? ടാറ്റ പോവും. എവിടെ പോവും? ഹോട്ടലിൽ പോവും. ആ, ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. കൈ വെച്ചിട്ട് ഹായ് പറഞ്ഞേ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു റൂം. ഞങ്ങൾ ഹെൽത്ത് സെൻ്ററിലേക്ക് പോകാനുള്ള ഫയലൊക്കെ റെഡിയാക്കി, ബെഡൊക്കെ സെറ്റാക്കി ഞങ്ങൾ റെഡിയാവാൻ പോവാണേ. നമുക്ക് പോവാമോ? ബാ, നമുക്ക് താഴെ പോവാം. ബാ, താഴെ പോവാമോ? കാശി ഇറങ്ങിക്കോ. മേല് കഴുകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ടോ? അപ്പം ഞങ്ങൾ സുന്ദരിയായിട്ട് വരാം കേട്ടോ. ആയിട്ട് വരാന്ന് പറ. കുഞ്ഞ് കണ്ട റെഡിയായേ. കുഞ്ഞ് തലയൊക്കെ കോതി ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനായി. നമ്മൾ വൈറ്റമിൻ കുടിക്കാൻ വേണ്ടി, അതായത് അവന്റെ ഭാഷയിൽ പറഞ്ഞ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകുന്നു. പോവാന്ന് പറഞ്ഞ നമുക്ക് പോവാമോ എന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ റെഡിയായേ രണ്ടാളോ? നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാമേ. ഞങ്ങൾ റെഡി ആവുന്നതായാലും ഫുഡ് കഴിക്കുന്നതായാലും വീഡിയോ പിടിക്കുന്ന എല്ലാം ഒറ്റയ്ക്കാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. തുറക്കാലോ. പോവല്ലേ. പോവാനായിട്ട് കണ്ട ചെരുപ്പൊക്കെ റെഡിയാക്കുന്നുണ്ടോ? കാലിലെടുത്തിട്ടോ. തിരിഞ്ഞു പോയില്ലേ? തിരിഞ്ഞു പോയി. ആ, ഓക്കെ. നമുക്ക് പോവാമോ? പോവാം. പയ്യെ ഇറങ്ങണേ. ഏട്ടനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോ എടുത്താണേ പോവാണേ. ഞങ്ങൾ ഗേറ്റ് തുറന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ ഞങ്ങൾക്ക് കിട്ടി. സാധാരണ 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ആളില്ലാത്തൊരു ഓട്ടോ ഞങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുന്നതിനേക്കാളും ഇങ്ങനെ പോകണതാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് നമുക്ക് മീറ്ററിൻ്റെ പൈസ കൊടുത്താൽ മതിയാവും, ഇല്ലെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതിയായിരിക്കും. എന്നാൽ എനിക്ക് ഈ ഓട്ടോയിലാണ് എനിക്ക് അമളി പറ്റിയത്. ശരിക്കും വ്ളോഗ് എടുക്കുന്നത് ഹെൽത്ത് സെൻ്ററിലേക്ക് പോകുന്ന വ്ളോഗാണെങ്കിലും അത് ഡൈവേർട്ടായി വേറൊരു പോയിന്റിലേക്ക് എത്തി. അത് വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ടോക്കണും എടുത്ത് അവന് OP ടിക്കറ്റ് എടുത്തിട്ട് നേരെ 3rd ഫ്ലോറിലാണ് ഇവന് വൈറ്റമിൻ കൊടുത്തത്. അപ്പോൾ അങ്ങോട്ടേക്ക് മുമ്പ് വന്നപ്പോൾ അവിടെ വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പം ഞാനും കാശിയും കൂടെ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അവനാണെങ്കിൽ ഈ ജ്യൂസ് കുടിക്കുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അവന് വൈറ്റമിൻ കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സിസ്റ്റർമാർക്ക് ഇത് കാണുമ്പോൾ ഒരു ചിരിയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ ഒരു കാരണം മരുന്നൊന്നും അങ്ങനെ പെട്ടെന്ന് എന്തിന് മരുന്ന് കൊടുത്താലും പിള്ളേർ സാധാരണ കുടിക്കില്ലല്ലോ. ഇവന് മരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ കരുതി ക്യൂ ആണെന്നാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞവരായിരുന്നു. പിന്നെ കാശിയുടെ വെയിറ്റ് ഹൈറ്റ് എല്ലാം നോർമലാണ്. അവനത് കൊടുത്തിട്ട് നേരെ വൈറ്റമിൻ കൊടുക്കാനായിട്ട് ഇരുത്തി. അന്നേരം എനിക്ക് ബാക്കി വീഡിയോസൊക്കെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എടുക്കാൻ അവർ സമ്മതിക്കില്ലല്ലോ. അപ്പം വൈറ്റമിനൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്നും സെൻറ്ററിൽ നിന്നും അടുത്ത നെക്സ്റ്റ് ഒരു ഓട്ടോ എടുത്താലേ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ എല്ലാ ടൈമിലും ബസ് കാണണമെന്നില്ല. അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തായിരുന്നു. ആ ഓട്ടോ എടുത്തിട്ടാണ് പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എന്നാൽ. അപ്പോൾ സ്ഥിരം അറിയാമെന്നുള്ളൊരു ഏട്ടൻ്റെ ഓട്ടോയാണ്. പക്ഷേ ജ്യൂസ് കുടിച്ചാൽ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി. അവന് കുറച്ച് യാത്ര ചെയ്തേ ഉള്ളൂ. അവന് പിന്നെ ക്ഷീണമായി. ഞങ്ങളപ്പോൾ വൈറ്റമിൻ എക്ക് മോന് കൊടുത്തിട്ട് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയേ. ഇന്നെന്തോ മോശം സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഞാനിപ്പോൾ നിങ്ങൾ കണ്ടു കാണും എൻ്റെ വീഡിയോയിൽ ഞാനൊരു ഓട്ടോ എടുത്തിട്ട് സെൻറ്ററിലേക്ക് പോകണത്. കാരണം അവന് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് എനിക്ക് വെയിൽ കൊള്ളിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ പോയത്. എണ്ണമില്ല. അപ്പം എന്തായാലും നമ്മൾ ഒരു സ്റ്റാൻഡിൽ നിന്ന് വിളിക്കുന്നതിനേക്കാളും ഈ പൊക്കോണ്ടിരിക്കുന്ന ഓട്ടോ വിളിച്ചാൽ നമ്മൾ ചാർജ് ചെറുതായിട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പം 30 മിനിമം ചാർജ്. അപ്പം അപ്പോഴത്തേക്കും ഈ പോകുന്ന ഓട്ടോയാണ് ഞാൻ പോകാനായിട്ട് വിളിച്ചത്. അതായത് നമ്മൾ കൈ കാണിക്കുമ്പോൾ ചോദിക്കുമല്ലോ, ചേട്ടാ തിരുവല്ലത്തോട്ടാണോ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഓട്ടോ വിളിച്ച് വണ്ടിയിൽ കയറി. എൻ്റെ കയ്യിൽ ആകെ 100 ഒരു നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ നോട്ട് ഇറങ്ങാൻ നേരത്ത് കൊടുത്തപ്പോഴത്തേക്കും അയാൾ എനിക്ക് 70 രൂപ എടുത്തിട്ട് വെറും 30 രൂപ, അതും കയ്യിലല്ല തന്നത്, ഇങ്ങനെ എറിയും പോലെയാണ് ഇട്ട് തന്നത്. അപ്പം ഞാൻ പോലും തികച്ചില്ല. 1 കിലോമീറ്ററിനാണല്ലോ 30 രൂപ ചാർജ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ഓട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം എത്രയാവും എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, അതെന്ത് കണക്കാണ് ചേട്ടാ? അതെൻ്റെ ഫസ്റ്റ് ഓട്ടോ ആണ്, എനിക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? നിങ്ങൾ ഫസ്റ്റ് ഓട്ടോ ആണെങ്കിൽ എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് തരുന്ന പൈസ അല്ലല്ലോ ഇത്, അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ 10 രൂപയുടെ എടുത്ത് തന്നിട്ട് ഇങ്ങനെ എറിയുമ്പോൾ തന്നിട്ട് വണ്ടി പെട്ടെന്ന് എടുത്തിട്ട് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഇവിടുന്ന് മെയിൻലൈൻ ജംഗ്ഷനിൽ ഇത് തിരുവല്ലം ഹെൽത്ത് സെൻറ്റർ വരെ അത് എത്ര ദൂരം ഉണ്ടെന്ന് ആ ഒരു ലൊക്കേഷൻ അറിയാമെന്നുള്ളവർക്ക് മനസ്സിലാവും. അവിടെ വരെ പോയതിന് ഞാൻ 100 രൂപ കൊടുത്തപ്പോൾ എനിക്ക് 70 രൂപ എടുത്തിട്ട് ബാലൻസ് തന്നിരിക്കുന്നു. അപ്പോൾ അത് എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്നത്തെ ലൈഫിൽ ഡെയിലി ലൈഫിൽ നമ്മളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നണില്ല. ഞാനിപ്പോൾ മോൻ്റെ ഒരു വൈറ്റമിൻ കൊടുക്കാൻ വേണ്ടി ഹെൽത്ത് സെൻ്ററിൽ പോകുന്ന ഒരു ഇതിൽ ഞാൻ വ്ളോഗ് എടുത്തത് കൊണ്ട് എനിക്ക് ആ ഓട്ടോ നമ്പർ കിട്ടി കേട്ടോ. ആ ഓട്ടോ നമ്പർ കിട്ടി. ശരിക്കും ഇതിപ്പം എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഞാനിത് ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തില്ലായിരുന്നു. എൻ്റെ ലൈഫിൽ ഇന്ന് എനിക്ക് ഉണ്ടായത് ഭയങ്കര ഒരു മോശമാണ്. 60 രൂപ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ലൈഫ് ജീവിക്കുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ചാർജ് വയ്ക്കുന്നുണ്ടല്ലോ, ഓട്ടോക്ക് ഇങ്ങനെയാണ് ഇത്രയാണ് ചാർജ് വയ്ക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അവർ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡിൽ നിന്ന് വിളിച്ച് പോവുകയോ അല്ലെങ്കിൽ റിട്ടേൺ ചാർജ് പറഞ്ഞ് വിളിക്കുന്ന ഒരു ഓട്ടോ ആണെങ്കിൽ നമ്മൾ ഓക്കെ, ഞാനിപ്പം 60 അല്ല 80 എങ്കിലും നമ്മൾ മീറ്ററിൽ കാണുന്ന പൈസയാണ് ഒരു ഓട്ടോ വിളിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറ്. ഇതിപ്പോൾ പോകുന്ന വഴിക്ക് ശരി 1 കിലോമീറ്റർ അവർ പറയുന്ന 30 രൂപ ചാർജ് ഞാൻ കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഡബിൾ ചാർജ് 60 രൂപയാണ് വാങ്ങിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയത്. കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ ഓട്ടോയിൽ കയറുന്ന ടൈമിലാണ് ഈ ഓട്ടോ നമ്പർ വീഡിയോ എടുക്കുന്നത്. കാരണം വ്ളോഗ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷെ അതെനിക്ക് നല്ല ഉപകാരപ്പെട്ടു കേട്ടോ. കാരണം അയാളെ ആ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ കാര്യം എനിക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ എത്ര പേരുണ്ടാവും? ഞാൻ എന്തായാലും ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് മോന് വൈറ്റമിൻ കൊടുക്കാവുന്ന വീഡിയോ എന്നുള്ള ഒരു ചെറിയൊരു വ്ളോഗ് ഞാൻ എടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പോകുന്ന യാത്രയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്നോ ഞാൻ വിചാരിച്ചില്ല. കാരണം ഞങ്ങളെപ്പോലെയുള്ള ഈ ഡെയിലി 1000 രൂപ കിട്ടുന്നവർക്ക് എല്ലാ ചിലവ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 200-300 രൂപയായിരിക്കും കയ്യിൽ ബാലൻസ് ഉള്ളത്. അപ്പോൾ ആ 100 രൂപയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ 100 രൂപയും കൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ കയറുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ ചില്ലറ പൈസ ഇല്ലായിരുന്നു.
അപ്പോൾ അത് ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് അയാൾ എനിക്ക് ഇങ്ങനെ ബാലൻസ് തരുമെന്നോ വണ്ടി എടുത്തിട്ട് സ്പീഡിൽ പോകുമെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞുള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ആരായാലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കി. എൻ്റെ ലൈഫിൽ ഈ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കേട്ടോ. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ എന്തോ മോശം ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് വീഡിയോ നിർത്തണത്, വേറൊന്നും കൊണ്ടല്ല.